നിങ്ങളൊരു വില കുറഞ്ഞ സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന ഷവോമിയുടെ അല്ലെങ്കിൽ റെഡ്മിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് റെഡ്മി A2+ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ മോഡൽ. നമ്മൾ ഇതിനു മുമ്പ് റെഡ്മിയുടെ A1ഉം A1+ഉം നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ A2ഉം A2+ഉമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഓർക്കുക, ഇതൊരു വളരെ വില കുറഞ്ഞ സ്മാർട്ട് ഫോണാണ്. അതായത് A1+ന്റെ വില 6500 രൂപ ഒരു പ്രൈസ് റേഞ്ചാണ്. അല്ലെങ്കിൽ കൂടി പോയാൽ 500 രൂപ അല്ലെങ്കിൽ അങ്ങനെ ഒരു റേഞ്ചൊക്കെ ചിലപ്പോൾ പക്ഷേ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വാങ്ങുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് പ്രതീക്ഷിക്കാനില്ല. ഇത്തരം ഒരു വളരെ ബജറ്റ് ഫ്രണ്ട്ലി ബോക്സിനകത്താണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് 2.2 GHz ഒക്ടാ കോർ പ്രോസർ ആണെന്ന് പറയുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. 5000 mAh ബാറ്ററി, HD+ IPS ഡിസ്പ്ലേ ആണെന്ന് പറയുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വലിയ ഹൈലൈറ്റുകൾ. എന്ത് തന്നെയായാലും ഫോൺ ഉണ്ട്. അത് കൂടാതെ ഇതിനകത്ത് ഒരു ചാർജറും ചാർജിങ് കേബിളും നൽകിയിട്ടുണ്ട്. ചാർജിങ് കേബിൾ മൈക്രോ USB ആകാനാണ് സാധ്യത. നോക്കട്ടെ. പ്രതീക്ഷിച്ചതുപോലെ തന്നെ മൈക്രോ USB. അതുപോലെ ഇതൊരു സ്ലോ ചാർജറാണ്. വലിയ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രതീക്ഷിക്കാനാവില്ല. 10 വാട്ടിന്റെ അത്തരത്തിലൊരു സ്ലോ ചാർജറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനോടൊപ്പം നൽകിയിരിക്കുന്നത്. അതുകൂടാതെ യൂസർ മാനുവലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബോക്സിനകത്തുള്ളത്. അപ്പോൾ ഈ ഒരു ഫോണിനകത്ത് ബാക്ക് കേസ് പോലും നൽകിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയട്ടെ. കാരണം അത്രയും വില കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാര്യങ്ങളെല്ലാം കുറച്ച് നിർത്തിയിരിക്കുന്നത്. യെസ്, ഇതാണ് റെഡ്മി A2+. ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട്, അതുകൂടി ഒഴിവാക്കാം. ഇതിന്റെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ റെഡ്മി A1ഉം A1+ഉം നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന്റെയൊക്കെ സെയിം ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി വലിയ തരക്കേടില്ലാത്തതാണെന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ പ്രത്യേകത. അതുപോലെ ഇത്തരത്തിൽ ചെറിയ ഒരു ഗ്രിപ്പും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇതുപോലെ ബാക്ക് സൈഡിലാണ് ഫിംഗർ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഇതുപോലെ ക്യാമറ മൊഡ്യൂൾ കാണാൻ തരക്കേടില്ലാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ് സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. ഇവിടെ റെഡ്മി എന്ന് ചെറുതായിട്ട് ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. 9.09 mm ആണ് ഇതിന്റെ തിക്നെസ്. അതുപോലെ 192 gram ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഭാരം. നമുക്ക് എന്തായാലും ഓൺ ചെയ്ത് നോക്കാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ അത് വാട്ടർ ഡ്രോപ്പ് നോച്ച് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാധാരണഗതിയിൽ ഈ പ്രൈസ് റേഞ്ചിലുള്ള എല്ലാ ഫോണുകളിലും ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ലഭിക്കും. അതുകൂടി എന്തായാലും ഒന്ന് കൺഫേം ചെയ്തേക്കാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 നാനോ സിം കാർഡുകൾ, ഒരു മെമ്മറി കാർഡ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഒരുമിച്ച് ഉപയോഗിക്കാം. ഇതിന്റെ ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ സ്പീക്കർ ഗില്ല് കൊടുത്തിട്ടുണ്ട്. മോണോ സ്പീക്കറാണ്. മുകളിലാണ് അതിന്റെ ഒരു സ്പീക്കർ ഔട്ട് എന്ന് കണ്ടിട്ട് തോന്നുന്നു. അതുപോലെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനുള്ള 3.5 mm മൈക്രോ USB പോർട്ട്, മൈക്ക്, അതുപോലെ മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് നൽകിയിട്ടില്ല. ഇടത് സൈഡിൽ ഇതുപോലെ സിം ട്രേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വല സൈഡിൽ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. അതുപോലെ ഈ ഒരു ബെസൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല സൈസ് ഉണ്ട്. പ്രൈസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും ഒരു കുറ്റമായിട്ട് പറയാൻ പറ്റുന്നില്ല. 6.52 ഇഞ്ചിന്റെ ഫ്ലാറ്റ് HD റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ബെസൽ അത് ഇത്തിരി ഒരു അരോചകമായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് കാഴ്ചയിൽ കണ്ടിട്ട്. ഇതിന്റെ ഒരു യൂസർ ഇന്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് വെർഷൻ 13 ഗോ എഡിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആൻഡ്രോയിഡിന്റെ ലൈറ്റർ വെർഷൻ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഒരു ഗുണം ഞാൻ ഇതിനകത്ത് കാണുന്നത്, ഈ ഒരു ഫോണിനകത്ത് അധികം ബ്ലോട്ട് വയസ്സുകൾ ഇല്ല. സാധാരണ ഇതിന്ന് വില കൂടിയ റെഡ്മി ഫോണുകൾ പോലും ബ്ലോട്ട് വയസ്സുകൾ ഒരുപാട് കാണാറുണ്ട്, അനാവശ്യ ആപ്ലിക്കേഷൻസ്. പക്ഷേ ഇതിനകത്ത് പ്രീമിയം ആപ്പ് ആയിട്ടുള്ള സ്പോട്ടിഫൈയും നെറ്റ്ഫ്ലിക്സും ഫേസ്ബുക്ക് ലൈറ്റും മാത്രമേ ഇതിനകത്ത് കാണുന്നുള്ളൂ. അല്ലാതെ മറ്റേ ടക്ക് മോജ് അങ്ങനെയുള്ള മറ്റ് ക്രാപ്പി ആപ്ലിക്കേഷൻസ് എന്തായാലും ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ട് വന്നിട്ടില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. എന്തുകൊണ്ടാണ് അത്തരം ബ്ലോട്ട് വയസ്സുകൾ ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലൈറ്റ് വെയിറ്റ് സ്മാർട്ട് ഫോൺ ആണ് സോഫ്റ്റ്വെയർ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ അതിനകത്ത് ഒരുപാട് ബ്ലോട്ട് വയസ്സുകൾ നിറച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഫോൺ ഒരു പക്ഷേ ഓൺ ആവാൻ പോലും പാടായിരിക്കാൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും മനഃപൂർവ്വം എന്തായാലും ബ്ലോട്ട് വയസ്സുകൾ ഒഴിവാക്കിയിരിക്കും. എന്തായാലും അതൊരു വലിയ കാര്യമാണ്. പെർഫോമൻസ് സൈഡിലേക്ക് വന്നാൽ MediaTek Helio G36 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഭയങ്കര പെർഫോമൻസ് ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള പെർഫോമൻസ്. അതായത് ഇതിനകത്ത് ഇപ്പോൾ ഗെയിമിന്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ടെമ്പിൾ റൺ, സബ്വേ സർഫേസ് അത്തരം ഗെയിമുകൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോണിനകത്ത് കളിക്കാം. അല്ലാതെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് BGMA, കോൾ ഓഫ് ഡ്യൂട്ടി അങ്ങനെയുള്ള ഗെയിമുകളൊക്കെ കളിക്കുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ഗെയിം കളിക്കാനുള്ള ഒരു സ്മാർട്ട് ഫോൺ അല്ല ഇത്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് മാക്സിമം 3GB RAM 32GB ഇന്റർണൽ സ്റ്റോറേജ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ 32GB ഒക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ 32GB എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒന്നും ഇതിനകത്ത് കുത്തി നിറയ്ക്കരുത്. പരമാവധി പറഞ്ഞ പോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നെങ്കിൽ അതിന്റെ ലൈറ്റർ ആപ്ലിക്കേഷൻസ് കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഗൂഗിൾ മാപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഗൂഗിൾ മാപ്പ് ലൈറ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്പേസ് നമുക്ക് ഒരുപാട് സേവ് ചെയ്യാൻ സാധിക്കും. LPDDR4X ടൈപ്പ് റാമും eMMC സ്റ്റോറേജ് ടൈപ്പുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ നമ്മൾ കണ്ടപോലെ 10 വാട്ടിന്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എന്തായാലും ഈ ഒരു 5000 mAh ചാർജ് ചെയ്യാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എടുക്കും. സാധാരണ നമ്മളൊക്കെ രാത്രി കാലങ്ങളിൽ ഫോൺ ചാർജിന് ഇട്ടിട്ട് കിടന്നുറങ്ങുകയാണ് പതിവ്. അങ്ങനെയുള്ളവർക്ക് വലിയ പ്രശ്നമല്ല. അത്രയും സമയം എടുത്തുകൊണ്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ അതുകൊണ്ട് ഇനിയും ചാർജ് ചെയ്യുന്നത്. എന്തായാലും ഈ പറഞ്ഞ പോലെ 5000 mAh ബാറ്ററിയാണ്. ചാർജ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ട മൈക്രോ USB പോർട്ടാണ് ഫോണിൽ നൽകിയിരിക്കുന്നത്. ക്യാമറയിലേക്ക് വന്നാൽ ബാക്കിൽ 8 MP പ്രൈമറി ക്യാമറ, അതുപോലെ സെൽഫി എടുക്കാൻ വാട്ടർ ഡ്രോപ്പ് നോച്ചിൽ 5 MP ഒരു സെൽഫി ക്യാമറയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഒരു ക്യാമറ ക്വാളിറ്റിയൊക്കെ ഒരു ഭയങ്കര സംഭവമൊന്നുമല്ല. ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റില്ല. വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ക്യാമറ ക്വാളിറ്റിയൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ
സമ്മാനിക്കുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഫിംഗർ പ്രിന്റ് ഉണ്ട്. ഫിംഗർ പ്രിന്റ് നല്ല ഫാസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടു, ജസ്റ്റ് ടച്ചിൽ അൺലോക്ക് ആകുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ബ്ലൂടൂത്ത് വെർഷനൊക്കെ കുറച്ച് ഓൾഡ് വെർഷനാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഡുവൽ ബാൻഡ് വൈഫൈയുടെ സപ്പോർട്ടും നൽകിയിട്ടില്ല. സാധാരണ 2.4 GHz വൈഫൈ ഉണ്ട്, 5 GHz വൈഫൈ ഉണ്ട്. ഇവിടെ നമുക്ക് 2.4 GHz വൈഫൈ മാത്രമേ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കൂ. സീ ഗ്രീൻ, അക്വ ബ്ലൂ, ക്ലാസിക് ബ്ലാക്ക് എന്നീ 3 നിറങ്ങളിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത്. ഇത് സീ ഗ്രീൻ എന്ന് പറയുന്ന കളറിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ സീ എപ്പോഴും ഗ്രീൻ കളറിലായതെന്നാണ് എനിക്കിപ്പോൾ സംശയം. സീ ബ്ലൂ അല്ലേ സാധാരണ? എന്തായാലും ആ ഒരു കളർ വേരിയന്റിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. ഇതിന്റെ വില ആക്ച്വലി വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡ്മി A1 പ്ലസിന്റെ വില ഞാൻ നോക്കി 6500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെയാണ് ഇപ്പോഴും ആ ഒരു ഫോൺ ഉള്ളത്. അപ്പോൾ ഇതിനൊരു എൻ്റെ ഒരു പ്രതീക്ഷ ശരിയാണെങ്കിൽ ഒരു 6999 രൂപയ്ക്ക് നമുക്ക് ഇതിൻ്റെ ഒരു ബേസ് വേരിയന്റ് കിട്ടും എന്നാണ് തോന്നുന്നത്. എന്തായാലും ഒരു 7000-7500-നകത്ത് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് നിൽക്കുമെന്നാണ് തോന്നുന്നത്. പക്ഷേ റെഡ്മി A1 പ്ലസ് ഇറങ്ങിയ സമയമല്ല ഇപ്പോൾ. സാധനങ്ങളുടെയൊക്കെ വില കൂടുന്നുണ്ട്, പാർട്സിൻ്റെയൊക്കെ. എന്തായാലും ഇതിൻ്റെ വില നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ വീഡിയോ താഴെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം.